see. They'll be calling me, calling me. They'll be calling me royalty. Best to give me loyalty, 'cause I'm taking the world, you'll see. They'll be calling me, calling me. They'll be calling me royalty. ഡേ നീയാ? എടാ നിനക്കെന്താ എവിടെ കാര്യം? പോലീസ് പിടിച്ചോ? പോടാ വിടുന്നു. സോ സൂര്യ, ദിസ് ഈസ് യുവർ കമ്പാനിയൻ, ഹി കുഡ് ഹെൽപ്പ് യു. ഇവനാ ബെസ്റ്റ്. ഇച്ചിരി വിവരമുള്ളതിനെ തന്നിരുന്നേലും കുഴപ്പമില്ലായിരുന്നു. ഓക്കെ സർ. ഇങ്ങോട്ട് വാടാ. ഡാ, രാത്രി എഴുന്നേറ്റ് പോയി മുള്ളാൻ പേടിയായിട്ട് കട്ടിലിൽ മുള്ളുന്നവനാ. ഡിപ്പാർട്ട്മെന്റ് സ്പൈ പോലും, അതും കമ്മീഷണറിന്റെ അണ്ടറിൽ. ആഹാ, അപ്പൊ നീയോ പ്ലേ സ്റ്റോറിൽ നിന്ന് നേരെ വേറെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ അറിയാൻ മേലാത്തവനാ, സൈബർ സെക്യൂരിറ്റി ഓഫീസർ പോലും. സഞ്ജയ്, ഞാനൊരു കാര്യം ചോദിച്ചാ ഒന്നും തോന്നല്ലേ? എന്നാടാ നീ ചോദിക്കേ. ഇതിനും മാത്രം പ്രശ്നമാവാൻ ഈ ബ്ലൂ ഡയമണ്ടിന് എന്നെ എത്ര പ്രത്യേകത? എടാ, അതൊരു ബ്ലൂ ഡയമണ്ട് റിംഗ് ആണ്. ഇറ്റ്സ് എ റെയർ ഡയമണ്ട്. $3 million ആണ് അതിൻ്റെ വില. അതായത് ഇന്ത്യൻ റുപ്പി ഒരു 24 കോടിക്ക് മുകളിൽ വരും. ആ സാധനമാണ് കൈ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. അപ്പം പിന്നെ അവനെ വെറുതെ വിടാൻ പറ്റുമോ? ഓ, എന്നാലേ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞാനിവിടെ വന്നിട്ടൊരു 3-4 മാസം ആവുന്നേ ഉള്ളെങ്കിലും ഇതുവരെ ഞാൻ ബോസിന് ചിരിച്ചു കണ്ടിട്ടില്ല. ഹായനാ. എടാ, ഞാൻ ജയക്കയുടെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ ഒരു 10 വർഷമായി കാണും. ഞാൻ പോലും ഇതുവരെ അവനൊന്ന് ചിരിച്ചു കണ്ടിട്ടില്ല. അപ്പോഴാ അയന വല്ല ലവ് ഫെയിലിയറും ആണോ? ഒലക്ക, അങ്ങനത്തെ ഒരു തേങ്ങ അവനില്ല. ജയക്കയ്ക്ക് ആകെയുള്ളൊരു ഇമോഷൻ എന്ന് പറയുന്നത് അഗ്രഷനാണ്. എന്ന് വെച്ച് അവനത്ര ക്രൂരനൊന്നുമല്ല, പക്ഷെ അവൻ്റെ ഉള്ളിൽ മുഴുവൻ പകയും പ്രതികാരവുമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ബോസിൻ്റെ ഫാമിലി എന്താണെന്ന് പോലും ജയക്കയ്ക്ക് അറിയില്ല. അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ ചെറുപ്പത്തിൽ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അത് വെറും ഒരു ആക്സിഡൻ്റ് അല്ല, മർഡറാണ്. അത് ആരാ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവൻ എന്ത് ചെയ്താലും അതിലൊരു ശരി ഉണ്ടാകും, ഒരു ന്യായം ഉണ്ടാകും. ചുമ്മാ പോയി അവൻ ആരെയും നിർവഹിക്കില്ല. അവൻ ആരുടെയും മുമ്പിൽ തോക്ക് ചൂണ്ടുന്നുണ്ടെങ്കിൽ അയാൾ ഉറപ്പായിട്ടും തെറ്റുകാരനായിരിക്കും. ജെകെ കത്തിയെടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ എടുക്കും, വെട്ടാൻ പറഞ്ഞാൽ വെട്ടും. വി ജസ്റ്റ് സിംപ്ലി ട്രസ്റ്റ് ഹിം. ഓ, എന്തൊരു സ്വഭാവമല്ലേ. അങ്ങനെയൊന്നുമില്ലടാ, അടുത്തറിഞ്ഞ എല്ലാവരും പാവാ. ഇനി ഈ ലോകത്ത് ആർക്കെങ്കിലും ജെക്കനെ തടയാനുള്ള ഗഡ്സ് ഉണ്ടെങ്കിൽ അത് അവൻ്റെ അങ്കിള് അവിടെ നിൽക്കാൻ പറഞ്ഞ ജെക്കെ അവിടെ നിൽക്കും. അത് അങ്കിളിനോടുള്ള പേടി കൊണ്ടല്ല, മറിച്ച് വളർത്തച്ഛനോടുള്ള കടപ്പാട് കൊണ്ടാ. എന്നിട്ടിപ്പോൾ അങ്കിൾ എവിടാ? അങ്കിൾ അബ്രോഡിലാ, ഇടയ്ക്ക് വരും. കേട്ടെടുത്തോളം ഈ കേസ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. നീ എങ്ങനെ ഈ കുരുക്കഴിക്കും? എടാ, ഈ ക്രൈം ചെയ്യുന്നവർ എത്ര തെളിവ് നശിപ്പിച്ചാലും അവർ വിട്ടുപോകുന്ന എന്തെങ്കിലും ഒരു കാര്യം കാണും. ആൻഡ് അതാണ് നമ്മൾ പോലീസുകാരുടെ ലൂപ്പ് ഹോൾ. അങ്ങനെ എനിക്ക് കിട്ടിയ കച്ചത്തുരുമ്പാണ് ഈ ആൽക്കഹോൾ. നീ ഒരു കാര്യം ചെയ്യണം. ഈ ബ്രാൻഡ്, അതായത് ജാക്ക് ഡാനിയൽ, അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. അപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടോ ഇതൊരു കൊലപാതകമാണെന്ന്? നോട്ട് റിയലി. അയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത് മരിച്ചിട്ട് 2 ദിവസമായെന്നാണ്. അയാളാണെങ്കിൽ ഒരാഴ്ചയായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുമായിരുന്നു. ആരും അയാളെ കാണാൻ വന്നിട്ടില്ല. ആ റിപ്പോർട്ട് എടുത്ത് നോക്കിയറിയാം, അയാളുടെ ദേഹത്തൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇത് കൊലപാതകമാണെങ്കിൽ പ്രോബബ്ലി അയാളുടെ ഫുഡിലോ അല്ലെങ്കിൽ ബിവറേജസിലോ പോയിസൺ ചേർത്തിട്ടുണ്ടാകണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണെങ്കിലും ആൽക്കഹോളിൻ്റെ ടെസ്റ്റ് റിസൾട്ട്സിലാണെങ്കിലും ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല.
സോ ഇതൊരു കൊലപാതകമാകാൻ ചാൻസ് ഇല്ല. ഇനി അയാൾ ആത്മഹത്യ വല്ലതും ചെയ്തതാണോ എന്നറിയാൻ ഞാൻ അയാളുടെ ഭാര്യയെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവർ പറഞ്ഞത് ജയകൃഷ്ണൻ നായർക്ക് ഏറ്റവും കൂടുതൽ ഭയം മരണത്തെ തന്നെയായിരുന്നു. മരണത്തെ ഭയക്കുന്ന ആൾക്ക് എങ്ങനെയാ ആത്മഹത്യ ചെയ്യാൻ സാധിക്കും? എൻ്റെ ആകെയുള്ള പ്രതീക്ഷ അയാളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും കണ്ടെത്തിയ ലിക്വേഴ്സാണ്. അതിൽ നിന്നും ഒന്നും കിട്ടിയില്ലേ ഡോക്ടേഴ്സ് വിധിയിട്ടതുപോലെ ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. നിനക്കെന്നാലും എങ്ങനെയാ ബൾബ് കത്തിയതുപോലെ ഈ ആൽക്കഹോളിൻ്റെ ഐഡിയ തോന്നിയത്? അത് നീ ഇന്ന് കുപ്പിയും പിടിച്ചോണ്ട് വീട്ടിൽ കയറി വന്നില്ലേ, അപ്പോൾ ശരിക്കും. അയ്യോ നാട്ടാരേ, ഓടി വരണേ, ഇവൻ എന്നെ കൊല്ലാൻ നോക്കുന്നേ. നിക്കടതെണ്ടി അവിടെ, നിക്കൂലടാ പട്ടി. എടാ മോനെ, നായിന്റെ മോനെ, ആ പെണ്ണിനോട് എന്നൊക്കെ അനാവശ്യമാണ് നീ പറഞ്ഞത്. ഞാൻ നിനക്ക് വട്ടുണ്ടെന്നേ പറഞ്ഞോളൂ. വട്ട് നിന്റെ തൊണ്ടയ്ക്കാടാ. നിക്കടാ അവിടെ, എനിക്ക് ജീവനുണ്ട്, ഞാൻ നിക്കൂലടാ. അയ്യോ സോറി ചേട്ടാ. സഞ്ജയ്, നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ പോലീസ് നമ്മുടെ കളിക്കളത്തിൽ ആളെ ഇറക്കുമല്ലേ, അതുകൊണ്ട് കുറച്ച് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഗാർഡ്സിനെ എൻ്റെ മാൻഷന് ചുറ്റും നിർത്തണം. ആരും ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല വിതൗട്ട് മൈ പെർമിഷൻ. ആൻഡ് വൺ മോർ തിങ്, പോലീസ് ഇറക്കുന്ന ആ സ്പൈയുടെ ഡീറ്റെയിൽസ് വിത്തിൻ 24 hours എനിക്ക് കിട്ടണം. ഓക്കെ ബോസ്. ആൾ ഡൺ. ഐ നീഡ് എ ബോഡി ഗാർഡ്. സോ അതിനുള്ള പ്രൊസീജിയേഴ്സ് ക്ലിയർ ചെയ്യൂ. ഓക്കെ ജെകെ. ഡാ എന്നെടുക്കുവാ. എന്തെടുക്കാൻ? ഈ കേസിൻ്റെ കാര്യം തന്നെ. എനിക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടൈം 10 days ആണ്. ഇന്നിപ്പം 7ാം ദിവസം. ഞാൻ എന്ത് ചെയ്യുമെന്നറിയില്ല. അതിനൊക്കെ ഉള്ള വഴിയുണ്ട്. ഇതേ നോക്ക്, നീ പറഞ്ഞ പോലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റ്. ഇതിലൊരാളുടെ മാത്രം ഡീറ്റെയിൽസ് ഇല്ലല്ലോ. പേരും ഫോട്ടോയും മാത്രമേ ഉള്ളൂ. സഞ്ജയ്. Isn't it suspicious? എടാ, നിനക്ക് ഓർമ്മയുണ്ടോ 2018 ഇതുപോലൊരു കേസ് നടന്നില്ലേ? അയാളുടെ പേര് സാമുൽ സെബാസ്റ്റ്യൻ. നിനക്ക് ആർട്ടിക്കിൾ ഒന്ന് എടുക്കാൻ പറ്റുമോ? വൈ നോട്ട്? ജസ്റ്റ് ഗിവ് മീ ഫ്യൂ മിനിറ്റ്സ്. എടാ, നിന്റെ സംശയം ശരിയാ. ഈ 2 കൊലപാതകവും സെയിം പാറ്റേണിലാണ് നടന്നത്. അയാളൊരു ബാച്ചിലറാണ്. അങ്ങനെ ഫാമിലി ഒന്നുമില്ല. അയാളുടെ റൂമിൽ നിന്നും ഇതുപോലെ ആൽക്കഹോൾ കണ്ടെത്തിയിട്ടുണ്ട്. യെസ്, ഈ 2 കൊലപാതകം ഒരുത്തന ചെയ്തത്. ഐ എം ഡാം ഷുവർ. നീ ഒരു കാര്യം ചെയ്യ്. നാളെ ജയകൃഷ്ണൻ നായരുടെ വീട്ടിൽ പോയി 1 മാസം മുമ്പ് വരെ അയാളുടെ വീട്ടിൽ വന്നു പോയ ആൾക്കാരുടെ CCTV ദൃശ്യം കളക്ട് ചെയ്യണം. ഇത്രയും നേരം എനിക്കൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് നൗ ഐ എം ഡാം ഷുവർ ഇതൊരു കൊലപാതകമാണ്.
സൂര്യ പോയിട്ടെന്തായി, കിട്ടിയോ? യെസ്, അയാൾ ഈ ബിസിനസ് ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേര് അയാളുടെ വീട്ടിൽ വന്ന് പോകാറുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് കിട്ടിയിട്ടുണ്ട്. ആ വന്നു പോയവരിൽ സഞ്ജയുമുണ്ട്. ഇതാ അവൻ്റെ കാറിൻ്റെ നമ്പർ. യെസ്, ഗുഡ് ജോബ്. ഇനിയാണ് കളി. ഇതെല്ലാം സഞ്ജയാണ് ചെയ്യുന്നതെന്നാണോ? നെവർ. ഇതാരും അവനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. എപ്പോ? ഡാ, ആ റിമോട്ടിങ് തന്നെ. എന്തുവേട്ടാ, മനസ്സിന് ഡോറാബുജി കാണാൻ സമ്മതിക്കില്ല. എഞ്ചു പോടാ അവിടുന്ന്, അവൻ്റെ ഒരു ഡോറാബുജി. നമസ്കാരം. തത്സമയ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയത്തെ സിറ്റി ബാങ്കിൽ ഇന്നലെ 1 മണിയോടുകൂടിയാണ് ഈ റോബറി നടന്നത്. CCTV ദൃശ്യങ്ങൾ വ്യക്തമല്ല. 1 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടു. കൃത്യമായ കണക്ക് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. സമീപത്തിലെ CCTV ദൃശ്യങ്ങളിലും ഒന്നും തന്നെ പതിഞ്ഞിട്ടില്ല. കൂടാതെ ലോക്കറിന് പുറത്ത് JK എന്ന 2 അക്ഷരം എഴുതി വച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾക്കായി പോലീസ് അന്വേഷണം തുടരുന്നു. അല്ല, ഇത് ജിന്നേട്ടൻ വർക്ക് ചെയ്യുന്ന ബാങ്ക് അല്ലേ? ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമോ? ഡാ, എന്താ ഏട്ടാ? കവലയിൽ പോയി കുറച്ച് സാധനം മേടിച്ചോണ്ട് വന്നേ. ദേ ലിസ്റ്റ്. ആ, പോയിട്ട് വരാം. ഡാ വാ. ആ, അതേ വരുന്നു. എന്താടാ, എന്നാ പറ്റി? പെട്രോൾ തീർന്നതാ. എന്നാ വാ, ഇവിടെ അടുത്തൊരു പമ്പുണ്ട്. ആ, ആദി, അത് സഞ്ജയല്ലേ? ആ, അതേലോ. വാ വാ, ഫോളോ ചെയ്യാം. നീ ഇന്ന് എനിക്ക് ആ ഫോട്ടോയിൽ കാണിച്ചു തന്ന അതേ കാർ, നീ ആ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചോ? എടാ, ആ സഞ്ജയുടെ കൂടെയുള്ള ആളെ എനിക്കറിയാം. നമ്മുടെ കഫേയിൽ വരാറുള്ളതാ. അയാൾ വഴി നമുക്കിവിടെ കയറി പറ്റണം. ദക്ഷിത് സാർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാര്യമാക്കിയില്ല. ബട്ട് ഇപ്പൊ തോന്നുന്നു ഈ 2 കൊലപാതകത്തിന്റെ പിന്നിലും മാഫിയാസിന്റെ കൈയുണ്ട്. ആദി, ഈ ലൊക്കേഷൻ നീ സേവ് ചെയ്. സൂര്യ, വാ, ജിനേട്ടൻ കഴിക്കാൻ വിളിക്കുന്നു. ജിനേട്ടനാണ് ഇന്നലെ തൊട്ട് മൂഡ് ഓഫാ. ഏട്ടനാണല്ലോ ബാങ്കിന്റെ മാനേജർ. പോലീസ് FIR ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ, അവര് നോക്കിക്കോളും. ഇവിടെ മനുഷ്യനൊരു കേസും വെച്ചിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായിരുന്നു? ആ, അത് പറഞ്ഞപ്പോഴാ നീ ഇതെന്നെ അടുക്കുവോ? എടാ, നിനക്ക് ഈ അൺഡിറ്റക്റ്റബിൾ സബ്സ്റ്റൻസിനെ കുറിച്ച് അറിയുമോ? ഇല്ല. ഈ അൺഡിറ്റക്റ്റബിൾ സബ്സ്റ്റൻസിന്റെ പ്രത്യേകത, ഇതിന് പറയത്തക്ക സ്മെല്ലോ ടേസ്റ്റോ കളറോ ഒന്നും ഉണ്ടാകില്ല. ഇനി ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ, ഇത് ഉള്ളിൽ ചെന്നാൽ ഒരാഴ്ചക്കുള്ളിൽ ആളെ തട്ടിപ്പോവും. അത് മാത്രമല്ല, ഈ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് സാധാരണയായി കൊലപാതകങ്ങൾക്കായി ഉപയോഗിച്ച് വരാറുമുണ്ട്. ഇത് ഉള്ളിൽ ചെന്നാൽ മരണകാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. നീ എന്നാ പറഞ്ഞു വരുന്നേ? അങ്ങനെ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഉപയോഗിച്ചാണ് അവർ ഈ 2 കൊലപാതകങ്ങളും ചെയ്തതെങ്കിലോ? പക്ഷേ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഒറ്റ വഴിയേ ഉള്ളൂ, അവന്റെ താവളത്തിൽ എത്തിപ്പെടണം. ഞാൻ നോക്കിയിട്ട് സഞ്ജയ് ഒരു സഹായി മാത്രമാണ്. അവനെ മറ്റാരോ ആണ് നിയന്ത്രിക്കുന്നത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ആ മണിമാളികയിൽ കയറി പറ്റിയേ മതിയാവൂ. സൂര്യ, വേണ്ടാട്ടോ. നീ ആരാണെന്നൊക്കെ അവരറിഞ്ഞാൽ കൊല്ലാൻ പോലും മടിക്കില്ല. അതുമല്ല, ഈ 2 കൊലപാതകങ്ങളും ഇത്ര ബ്രില്യൻ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ആരാണെന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് നിമിഷ നേരം മതി.
എടാ, ഒന്നാമത് എന്നെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റിലെ ദക്ഷിത് സാറിന് മാത്രം അറിയുള്ളൂ. അവന്മാർ ശ്രമിച്ചാൽ എൻ്റെ പേരും നാളൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ എൻ്റെ മുഖം അവർക്ക് കിട്ടില്ല. ഞാൻ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും മാറ്റിയായിരിക്കും അങ്ങോട്ട് പോകുന്നത്. അല്ല, അതിനെങ്ങനെ അങ്ങോട്ട് കയറുമെന്നോ നീ പറയുന്നേ? അതിനല്ലേ നീ. ഞാനോ? ആ, നീയല്ലേ പറഞ്ഞേ സഞ്ജയുടെ കൂടെയുള്ള ആളെ നിനക്കറിയാന്ന്. അയാള് വിചാരിച്ചാ പറ്റില്ലേ? അയാള് വിചാരിച്ചാ പറ്റുമായിരിക്കും, പക്ഷെ ഞാനില്ല അയാളുടെ മുന്നിലോട്ട്. ആയനാ, അത് ഇന്നലെ ആ ഫെലിക്സ് തന്നെ ആ പഞ്ചായത്ത് മുഴുവൻ ഇട്ട് ഓടിച്ച് ലാസ്റ്റ് അലച്ചും കിട്ടി ഞാൻ അയാളുടെ മണ്ടയിലോട്ട് വീണ് അറിയാതൊരു കിസ് അടിച്ചു പോയി. എനിക്ക് അയാളെ ഫേസ് ചെയ്യാൻ മടിയാ. അയ്യോ, എനിക്ക് ചിരിക്കാൻ വേലേ, ഇവിടെ ആരും ഇല്ലല്ലോ പറഞ്ഞ ചിരിക്കാ. പോടാ യു ബ്ലഡി ഗ്രാമവാസി. ചേട്ടനൊന്നും പറഞ്ഞില്ല. ഒരു ജോലി എന്നൊക്കെ പെട്ടെന്ന് പറയുമ്പോ ബോഡി ഗാർഡ്. നിന്റെ പേരെന്താ? സ്വി. ഓക്കെ, നീ എന്തൊക്കെ ജോലി ചെയ്യും? ഞാൻ എന്തും ചെയ്യും ചേട്ടാ. എന്നാൽ നിനക്ക് ബോഡി ഗാർഡ് ആവാൻ പറ്റുമോ? സാലറി ഒരു മന്ത് ഒരു 2.5 ഒക്കെ കിട്ടും. 2500 ചേട്ടാ? എടോ, 2,50,000. 2,50,000 ബോഡി ഗാർഡല്ലേ? ഞാനാവാം, ഇത് ഫിക്സ്ഡ്. ഓക്കെ, പിന്നൊരു കാര്യം, ഈ ജോബിന് അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ചെല്ലുമ്പം കുറെ കാര്യങ്ങളൊക്കെ നീ അറിയും. അതൊക്കെ നിന്റെ മനസ്സിലേ ഇരിക്കാൻ പാടുള്ളൂ. ഇതാ എൻ്റെ കാർഡ്. റെഡി ആകുമ്പം വിളിക്ക്, ഞാൻ ലൊക്കേഷൻ സെൻഡ് ചെയ്യാം. ഹോ, നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. എടാ, ദക്ഷിത് സാറിനോട് പറയണ്ടേ? സാറിനോടെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതാ. എനിക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടൈം DGP കൊണ്ട് സാർ നീട്ടി തരുകയും ചെയ്തു. ജിന്നേട്ടനെ നീ കൺവിൻസ് ചെയ്യണം. വല്ല ഫ്രണ്ടിന്റെ വീട്ടിലും പോയെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ അങ്ങോട്ടൊന്ന് ചെന്നോട്ടെ. അവനെ എന്നെ അഴി എണ്ണിക്കും. JK, ആ സ്പൈയുടെ ഡീറ്റെയിൽസോ ഫോട്ടോയോ ഒന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി കോൺഫിഡൻഷ്യൽ. കമ്മീഷണർക്ക് മാത്രമേ അയാളെക്കുറിച്ച് അറിയുള്ളൂ. ബട്ട് എനിക്ക് അയാളുടെ ഫോൺ നമ്പർ കിട്ടി. ഹിസ് നെയിം ഇസ് സൂര്യ. ബട്ട് അയാളെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഹീ സ്മാർട്ട് ആസ് ഹെൽ. ഓക്കെ. ഷടാ, ഇത് ഏത് പരിചയമില്ലാത്ത നമ്പർ? ഹലോ, ഈസ് ദിസ് സൂര്യ? യെസ്. Who are you? I'm the one you are searching for, but I dare you, you can't find me. Oh, that's you. Don't worry, my all eyes are on you, darling. സൂര്യ, നീ രാമനാണെങ്കിൽ ഞാൻ രാവണനാ. എൻ്റെ മുമ്പിൽ നീ ജയിക്കില്ല. ധൈര്യം ഉണ്ടെങ്കിൽ നിന്നാർക്ക് നേരെ വാടാ.